ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഫാൻ വ്ലോഗ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ വീണ്ടും അബുദാബിയിലോട്ട് യാത്ര തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് അതിൻ്റെ പാക്കിങ്ങും അതുപോലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഇവിടെ റഫാനെ പൊരിഞ്ഞ പാക്കിങ്ങിലാണ്. ഒന്ന് കഴിഞ്ഞു. ഇവിടെ ഇതാവും പൊരിഞ്ഞ പാക്കിംഗ് ആണ്. ഇതെന്താ സംഭവം ഇതില്? ഡ്രിമ്മർ, സോപ്പ് ഒക്കെ ഉണ്ട് ഇതില്. അപ്പം ഇന്നിപ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഉണ്ണിയപ്പം. ഇതാണ് ഉണ്ണിയപ്പം. ഇതിന്റെ പരിപാടിയിലാണ് അവിടെ കിച്ചണിൽ ബാക്കി ഇനി പൊരിക്കുന്നുണ്ട്. നെയ്യപ്പം. നെയ്യപ്പം. പിന്നെ ഇത് നെയ്യപ്പം. നെയ്യപ്പം, വടയപ്പം, പപ്പായ. പപ്പായ. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട്, അങ്ങനെയുള്ള കുറെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് ആക്ച്വലി. പിന്നുള്ളത് മെയിൻ സംഭവമാണ് ചക്ക. അപ്പം ഇന്ന് ചക്കയും കൊണ്ടുപോകുന്നുണ്ട്. അപ്പം റഫാവിടെ പാക്കിങ്ങിലാണ്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ സുർമി ക്രാബ് ക്ലോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് നെഗറ്റ്സ് ഒക്കെ പോലെ ഫ്രൈ ചെയ്യാനുള്ള ഞണ്ടിന്റെ എന്തോ സംഭവമാണ്. ഷോപ്പിങ്ങിന് പഠിച്ചാണ്. അതിപ്പം ഇപ്പോൾ പോവില്ല. അപ്പം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ളതൊക്കെ. അപ്പം അങ്ങനെ പോയപ്പം വാങ്ങിയതാണ് ഇത്. ആക്ച്വലി ഞങ്ങൾ രണ്ടാഴ്ച കഴിച്ചിട്ട് നമ്മൾ ഈ ഫോണിൽ മറ്റേ ASMR ഒക്കെ വീഡിയോയിൽ ഇങ്ങനെ എന്തോ കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ചെയ്തിട്ട് കഴിക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതിന്ന് ഇപ്പോൾ പോണ പ്രമാണിച്ച് നമ്മൾ ഇതിന്ന് ഫ്രൈ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഫ്രൈ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചൊക്കെ ഇതിലുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് എന്താ പറയുക, ഫ്രൈ ചെയ്ത് കഴിക്കാൻ പോവാണ്. അപ്പം ചായ കുടിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞ സത്യം പറഞ്ഞാൽ. അപ്പം അമ്മ അവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കിത് പോയി കൊണ്ടുപോയി കൊടുക്കാം. പിന്നെ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിൽ എങ്ങനെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താ പ്ലേറ്റ് ഒക്കെ ഫുള്ള് പൊട്ടിക്കട്ടമ്മ. അത് പ്ലേറ്റിലാണിത്. എങ്ങനെയെന്ന് അറിയില്ല. അപ്പം എങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. ക്ഷമല്ല, ഇത് മറ്റേ സാധനത്തിലാണ് കാണിച്ചിട്ട്. ഒരു മിനിറ്റ് ഉള്ളു പൊട്ടിക്കണം. ഞാൻ മോനിതാ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. ഇതിൽ 1 2 3 4 5 6 7 8 പീസ് ഉണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത് കാണാൻ മറ്റേ നെഗറ്റ്സ് പോലൊക്കെ തന്നെ ഉണ്ട്. ക്ലിയർ ആയിട്ട് കാണാനെങ്കിൽ ഇതൊക്കെ കണ്ടോളൂ. നെഗറ്റ്സ് പോലൊക്കെ തന്നെ ഉണ്ട് ഇത് കാണാൻ. ഇപ്പം നമുക്ക് കറക്റ്റ് കണ്ടോട്ടെ. അത് ഞാനിത് പൊട്ടിച്ചിട്ട് നല്ലപോലെ കാണിച്ചു തരാം. അപ്പം ഇത് നമുക്കിനി ഇങ്ങനെ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കിട്ടണം. വേണ്ട, കിൻഡർ ജോയിൻ്റെ മേലെ ഉണ്ടാവണം അങ്ങനത്തെ ഒരു ഇത്. ഇത്ര പൊട്ടിച്ചാൽ മതി നമുക്ക് എടുക്കാൻ പാകത്തിന്. ഇതാണ് സംഭവം. ലോലിപോപ്പ് അല്ലേ? ഇതൊക്കെ സംഭവം അടിപൊളി. ആക്ച്വലി നല്ല സംഭവമാണ്. ഓറഞ്ച് കളർ. അപ്പം ഗായ്സ്, ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കട്ടെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഈ ക്രാബ് ഫ്രൈ നമ്മളിവിടെ കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഈ കാലിങ്ങനെ പിടിക്കാൻ ഒരു പോലും ഇല്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചൂട് ചൂട്. കൊള്ളാം. ചൂടിൻ്റെ അല്ലേ? നമുക്ക് നമ്മളെ ചിക്കൻ നഗറ്റ്സ് കഴിക്കൂലേ, ഇത് ക്രാബിൻ്റെ ആ ഒരു ചോയും ടേസ്റ്റൊക്കെ ഉണ്ട്. കൊള്ളാം. ഞാൻ ട്രൈ ചെയ്ത പോർച്ചുഗലിൻ്റെ ഒക്കെ സ്മെല്ല്, ക്രാബിൻ്റെ അതേ ടേസ്റ്റ്. പക്ഷേ നമ്മൾ ചിക്കൻ നഗറ്റ്സ് ഒക്കെ കഴിക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ട്. ചിക്കൻ്റെ പകരം ഇവിടെ ക്രാബ്, അത്ര വ്യത്യാസമുള്ളൂ. നല്ല അടിപൊളി സാധനം. അല്ല, പൊരിച്ച മീൻ്റെ ഒക്കെ സ്മെല്ല്, ആ ക്രിസ്പിനെസ്സിൻ്റെ ശബ്ദം ആണോ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ആണോ നല്ല അടിപൊളി സാധനം, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്.
ആവി പറക്കണം. ഇതെന്താ സാധനം പറയുമ്പോൾ രണ്ടിൻ്റെ കാതിൻ്റെ എന്തോ സാധനമാണ്. തിന്നാൻ പറ്റും. തിന്നാൻ പറ്റുമോ? ക്രിസ്പി. ഇത് കൊള്ളാം. ഉണക്കമീൻ തിന്നാ നമ്മളെ മറ്റേ ഉണക്കച്ചെമ്മീനല്ലേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അത് തന്നെ. ടേസ്റ്റ് ഉണ്ടേ. ഒന്നും പറഞ്ഞല്ല, തിന്നോട്ടി തിന്നു. അപ്പം എപ്പോഴും ഇങ്ങനെ 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 കാണിച്ചിട്ടോ. അടിപൊളി. അതിൻ്റെ ശൈലിയാണ്. ഒളിങ്ങനെ അടിപൊളി. കൊള്ളാം കൊള്ളാം കൊള്ളാം. നല്ല സോഫ്റ്റ് സാധനം ഇതിൻ്റെ ഉള്ളിൽ. ഇത് ശരിക്കും ക്രാബിൻ്റെ സാധനം. ഇവിടെ രണ്ടാൾക്ക് നല്ല ഇപ്പുറത്തെ ഒരാള് രണ്ടാക്കേ നല്ല ഇങ്ങനെ കഴിക്കാൻ ഇതിങ്ങനെ ഊരിയെടുക്കണം. ചുറ്റ് കല്ല ഇഷ്ടമായി. ഇങ്ങനെ ചെമ്മീൻ്റെ സാധനം ഞാൻ ശരിക്കും ഉണക്ക ചെമ്മീൻ്റെ ടേസ്റ്റ്. പക്ഷെ ഇതിനല്ല കേട്ടോ കാലിന്. അതേ വേണം. സൂപ്പർ ടേസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പാൻ്റെ പെട്ടി പാക്ക് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ചക്ക വെക്കാം. നമ്മളെല്ലാവരും സാധാരണ ബീഫൊക്കെ കൊണ്ടുപോകല്. ഇത് പ്രാവശ്യം പറ്റി ചക്കയും എന്താ പറയുക ഉണ്ണിയപ്പും നെയ്യപ്പും ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുപോകണേ. നല്ല കനുണ്ട്. ചക്കനുണ്ട് 10 രൂപ കിലോ. ഡ്രസ്സ് ഇതവിടെ ഉണ്ട്. അതേപോലെ നമുക്കിനി നെക്സ്റ്റ് നമ്മളെ ഇമ്മച്ചിയുടെ കഷ്ടപ്പാടും എല്ലാവരും നമുക്ക് ഇതിനുള്ളിൽ വെക്കാം. ഇമ്മാൻ്റെ വക ഇപ്പാൻ്റെ ഫ്രണ്ട്സിന് ഇപ്പാക്കൊക്കെ നല്ല ഉണ്ണിയപ്പും നെയ്യപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റായി. പിന്നെ ചിപ്സ് നമുക്ക് അതിനൊരു സംഭവം ചെയ്യാനുണ്ട് ഗൈസ്. നമ്മളൊരു പണി നേരിട്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും കൂടി പൊക്കിയിടാം. അതെ വാ. അപ്പം റെഡി റെഡി ആയിട്ടൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ആരാ വെക്കുക? കുറച്ചുകൂടി നീക്കി വെക്ക്. ഇത് ഞാൻ നേരത്തെ അരച്ച് വെച്ചേ. പാട്ട് പാടാൻ ഇപ്പോൾ ശരിയായിട്ട് ഇനി നമുക്ക് വെക്കാം. നമുക്ക് റീപാക്ക് ചെയ്യാം. ഇത് കേട്ടിട്ട് എന്താ എൻ്റെ ആരോഗ്യം മൊത്തം പോകും. ഇന്ന് കട്ടത് പിന്നിട്ടെ ഇത് ഇവിടെ വെച്ച്. അടുത്തത് ഓമക്കായ ഉണ്ട്. പപ്പായ ഓമക്കായ. നമുക്കിനി ഇതെവിടെ വെക്കുന്നുണ്ട് ഇപ്പോൾ പപ്പായ. ഇതല്ല നെയ്യപ്പത്തിന് കൂടിയിട്ടില്ല. ആ എയർ കളയേ. വേറെ കടയിൽ വെറുതെ വെയിറ്റ് കൂടി ചെയ്യാം. അടുത്തത് ഇതെന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതെന്ത് ചെയ്യുന്നു? ആ കൂട്ടുകാരനുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും സാധനമില്ല. അത് ചരിച്ച് പിടിക്ക്. ഇതിങ്ങനെ വെച്ചു. അപ്പാൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ മറ്റേ സാധനം. നെക്സ്റ്റ് അരിനുറുക്ക്. പിന്നെ കുറേ ബേക്കറി ഐറ്റംസ്. അത് ഇതിൽ കൊള്ളുമെന്ന് കറിയില്ല കേട്ടോ. ഇത് വെച്ച് വരേണ്ടി വരും. ഫ്രണ്ട്സ്, നമ്മൾ പെട്ടി കെട്ടിക്കായിരുന്നു. കഴിഞ്ഞു 1 മണിക്കൂറോളം ഉണ്ടാവും. തുറക്കാനായിട്ട് അത്രയും വേണ്ട. ഇതാ എടുത്ത കാണുമ്പോൾ ഒരു മനസ്സിലൊരു സാധനം. അപ്പം നമുക്കിനി ഇത് മൂടാം. യെസ്, മൂടാം. വെളിച്ച് മൂടണം. ടാപ്പ് എന്തിയേ? അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഉപ്പാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട് എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ. വണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, വണ്ടിയുടെ അങ്ങോട്ടേക്ക്. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. പെരുട്ടാണെങ്കിൽ കാണുന്നുണ്ടാവില്ല ആക്ച്വലി നിങ്ങൾക്ക്. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിലെത്തി